റെബേക്ക ദ ചേഞ്ച് മേക്കർ എന്ന ചാപ്റ്ററിലെ ആക്ടിവിറ്റീസാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 1 to 5 ഞാൻ ഓൾറെഡി അപ്ലോഡ് ആക്കിയതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് തുടങ്ങുന്നത് 6th ആക്ടിവിറ്റി മുതലാണ്. ഹിയർ ഈസ് റെബേക്കാസ് റൂട്ടീൻ. റീഡ് ഇറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ സം ഓഫ് യുവർ റൂട്ടീൻ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇവിടെ ഓൾറെഡി റെബേക്കയുടെ റൂട്ടീന് കൊടുത്തിട്ടുണ്ട്, മോർണിംഗിലുള്ള റൂട്ടീന്. അപ്പം അതുപോലെ നമ്മളെ റൂട്ടീനിലുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഇതുപോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കതെങ്ങനെ എഴുതാം? ഐ ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ഐ ബ്രഷ് മൈ ടീത്ത് ആൻഡ് ടേക്ക് എ ബാത്ത്, ദെൻ ഐ ഹാഡ് മൈ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ബിഫോർ ടേക്കിംഗ് മൈ ബ്രേക്ക്ഫാസ്റ്റ് ഐ ഡൺ മൈ ഹോംവർക്ക്സ്, ദെൻ ഐ ഗെറ്റ് റെഡി ആൻഡ് വെൻ ടു സ്കൂൾ. നിങ്ങളുടെ റൂട്ടീൻ ഇതേപോലെ തന്നെയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ കുറച്ചൊന്ന് മാറ്റം വരുത്തി എഴുതാം. അപ്പോൾ നമുക്ക് അടുത്ത ആക്ടിവിറ്റി നോക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഇവിടെ കുറച്ച് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ക്വസ്റ്റ്യൻ ഫോമിലേക്ക് ആക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ 2 ഗ്രൂപ്പ് നമുക്ക് കാണാൻ കഴിയും കുട്ടികളുടെ. അപ്പം ഫസ്റ്റത്തെ ഗ്രൂപ്പ് പിടിച്ചിരിക്കുന്നത് ഷീ ഈസ് പ്ലേയിങ് ആണ്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ഈസ് ഷീ പ്ലേയിങ് എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്കും കൂടെ ഇട്ടെടുത്താൽ അത് ക്വസ്റ്റ്യൻ ആയി. അപ്പോൾ അതുപോലെ നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസൊക്കെ അങ്ങനെ ക്വസ്റ്റ്യൻ ആക്കി മാറ്റി എഴുതാനാണ് തന്നിട്ടുള്ളത്. അപ്പം ഫസ്റ്റിൽ ഇവിടെ ദേ ആർ വറീഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ആർ ദേ വറീഡ് എന്നാണ് എന്താക്കുന്നത്, ക്വസ്റ്റ്യൻ ആക്കി മാറ്റുന്നത്. അപ്പം നമുക്ക് ഇതിലുള്ള ബാക്കി കൂടെ ചെയ്യാം. ദ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ. ഈ വേൾഡ് ഹോട്ടാണ്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ ഈസ് ദ വേൾഡ് ഈസ് ഗെറ്റിംഗ് ഹോട്ടർ എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം ഫോർ ദി എർത്ത്. ഈസ് ഇറ്റ് എ ബിഗ് പ്രോബ്ലം ഫോർ ദി എർത്ത്? നെക്സ്റ്റ് വൺ, റെബേക്ക ഈസ് ഹാപ്പി. ഈസ് റെബേക്ക ഹാപ്പി? ദേ ഹാവ് പ്ലാന്റഡ് സാപ്ലിങ്സ്. ഹാവ് ദേ പ്ലാന്റഡ് സാപ്ലിങ്സ്? അതുപോലെ തന്നെ ലാസ്റ്റത്തത്, റെബേക്ക ഹാസ് റിട്ടൺ എ ലെറ്റർ ടു ദ പ്രസിഡൻറ്റ്. ഹാവ് റെബേക്ക റിട്ടൺ എ ലെറ്റർ ടു ദ പ്രസിഡൻറ്റ്? എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ആക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ എഴുതിയിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് മറന്നു പോരുത്, അത് മാർക്ക് കിട്ടുന്നൊരു കാര്യമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഒരു പെൺകുട്ടിയുടെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ കുട്ടി വേൾഡിനെ സേവ് ചെയ്യാൻ വേണ്ടി ചെയ്ത മിഷൻസിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതുപോലെ നമ്മൾ നമ്മുടേതായ രീതിക്ക് ഒന്ന് ഉണ്ടാക്കണം. അതായത് ഇതാ ഇവിടെ ഓൾറെഡി നമുക്ക് ഒരു ഇത് തന്നിട്ടുണ്ട്, എന്ത് നമ്മൾ എടുത്ത് എഴുതേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ടൊരു ഒരു സംഭവം തന്നിട്ടുണ്ട്. അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്ക് പുതിയൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഈ ഒരു ബ്ലാങ്ക് സ്പേസിലേക്ക് എഴുതി കൊടുക്കണം. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടാകുമ്പോൾ മെയിനായിട്ട് ഹെഡിങ് വേണം. അപ്പോൾ ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് ലെറ്റ്സ് മേക്ക് എ ചേഞ്ച് ടുഗെദർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ എന്തെങ്കിലും കൊടുക്കാം കേട്ടോ. പിന്നെ ഹെഡിങ് പോലെ തന്നെ ഒരു പ്ലേസിൻ്റെ നെയിമും അവിടെ വേണം. അപ്പോൾ നിങ്ങൾക്ക് ആ തന്നിരിക്കുന്ന ഹിൻഡ് വെച്ചിട്ട് നിങ്ങൾ പ്ലേസിൻ്റെ പേര് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് എടുത്ത് എഴുതുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി ഏതെങ്കിലും ഒരു പ്ലേസ് കൊടുത്തിട്ട് എഴുതുക. അതുപോലെ തന്നെ അധികം ഡീറ്റെയിൽസൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഹിൻഡിൽ തരുന്നുണ്ടാവും. അപ്പോൾ ഞാനിവിടെ എഴുതിയതൊന്ന് റീഡ് ചെയ്ത് തരാം. ലെറ്റ്സ് മേക്ക് എ ചേഞ്ച് ടുഗെദർ. കോഴിക്കോട്, ദ ഗേൾസ് സ്കൂൾ കോഴിക്കോട് സെലിബ്രേറ്റഡ് വേൾഡ് എൻവിറോൺമെൻറ്റൽ ഡേ വിത്ത് സോ മെനി ആക്ടിവിറ്റീസ്. The Eco Club student planted sapling on the premises and they also distributed sapling to each students. The program was inaugurated by the ward member Sri Manoj. A rally was also has to make the people aware about the importance of the environmental protection to save water. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനും രീതിക്കൊക്കെ എഴുതാം കേട്ടോ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെഡിങ് ഇതിലും കുറച്ചും കൂടെ നന്നാക്കാൻ പറ്റിയാൽ നന്നാക്കാം കേട്ടോ. അടുത്ത ആക്ടിവിറ്റി നോക്കാം. അടുത്ത ആക്ടിവിറ്റി ഒരു എന്താ പറയുക, പ്ലക്കാർഡ് ഉണ്ടാക്കാനാണ്. ഈ ഇതിനെ സേവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഗ്ലോബൽ വാർമിങ്ങിനൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ളൊരു പ്ലക്കാർഡ് മേക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇവിടെ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കൊടുത്തിട്ടുള്ളത് സേവ് എർത്ത് സേവ് വാട്ടർ, ഭൂമിയെ സംരക്ഷിക്കുക, അതുപോലെ തന്നെ വെള്ളത്തെ സംരക്ഷിക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചിത്രമൊക്കെ വരക്കാം കേട്ടോ എക്സാമിനൊക്കെ വന്നു കഴിഞ്ഞാൽ. പിന്നെ അടുത്തത് എഴുതാൻ പറ്റിയത് സേവ് എർത്ത് സേവ് ലൈഫ്സ് ആണ്. അപ്പം ഇതുപോലെ വേറെയും കുറേ വേർഡ്സൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് അതൊക്കെ എഴുതുക. അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് വന്നിട്ട് ആർട്ടിക്കിൾസ് യൂസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബ്ലാങ്ക് സ്പേസ് ഒക്കെ ഫില്ല് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിൾസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതൊന്ന് അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ്. ഈ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എ ആൻഡ് ദ, ഈ 3 സംഭവങ്ങളുണ്ടല്ലോ, ഇതാണ് ആർട്ടിക്കിൾസ്. ഇത് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അധികവും വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പം ആൻഡ് ദ അത് യൂസ് ചെയ്യേണ്ടത് വവൽസ് തുടങ്ങുന്ന, വവൽസിൻ്റെ ഈ എ ഇ ഐ ഒ യു എന്ന് പറഞ്ഞിട്ടുള്ള ലെറ്റേഴ്സ് തുടങ്ങുന്ന വേർഡ്സിൻ്റെ മുന്നിലായിരിക്കും. ഇനി എ യൂസ് ചെയ്യാം ബാക്കി ലെറ്റേഴ്സ്,
അതായത് അതിന് പറയാം കോൺസണൻസ് എന്നാണ്. അപ്പം വവൽസ് അല്ലാത്ത ബാക്കി ലെറ്റേഴ്സാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ മുന്നിലാണ് എ യൂസ് ചെയ്യുക. ഏൻ ദായും വവൽസിൻ്റെ മുന്നിലാണ്. അപ്പം ഇത് നമ്മൾ ഫില്ല് ചെയ്ത് വരുമ്പോൾ ഇതാ ഇങ്ങനെ ഉണ്ടാവും കാണാൻ. അപ്പോൾ ഞാനിത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല ഇതിൽ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വാച്ച് ചെയ്യാം.